അതെ, ഇന്ന് നമുക്കേ മുട്ടയില്ലാതൊരു മുട്ട മസാല തയ്യാറാക്കിയാലോ? ആദ്യം ഒരു ബൗളിൽ ഒരു സവാള പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞതും ഇച്ചിരി പച്ചമുളകും അരമുറി തേങ്ങ ചിരിക്കിയതും. ഇത് ഇവിടുത്തെ ടൂണ ഫിഷാണ്. ഇതില്ല എന്നുണ്ടെങ്കിൽ ചൂരമീൻ വേവിച്ച് ചേർത്താലും മതി. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ വേവിച്ചതായാലും ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അരമുറി നാരങ്ങയുടെ നീരും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇച്ചിരി ജ്യൂസിയാണേ. അതൊന്ന് പിഴിഞ്ഞിട്ട് ചെറിയ ചെറിയ ബോളാക്കി മാറ്റി വയ്ക്കണം. ഈ ജ്യൂസോടെ ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ നമ്മൾ മാവിനകത്ത് വെച്ച് ഉരുട്ടിയെടുക്കുമ്പോൾ അതിങ്ങനെ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കില്ല, അതുപോലെ മാവ് കുഴച്ചിട്ട് ഒരേ ബോൾസും അതിനകത്ത് വെച്ചിട്ട് നല്ലതുപോലെ പൊട്ടിപ്പോവാതെ ഉരുട്ടിയെടുക്കണം. എന്നിട്ടൊരു മുട്ടയുടെ ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുക്കണേ. ഇതുപോലെ എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിലിട്ട് വേവിച്ചെടുക്കണം. ഇത് പെയ്യനെ ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ഇളക്കുകയും ചെയ്യരുത്, കാരണം അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. സ്റ്റീം ചെയ്യുമ്പം കുറച്ച് കട്ടി കൂടും. നല്ലതുപോലെ വെന്തതിന് ശേഷം ഒരു അരിപ്പയിൽ അരിച്ച് മാറ്റി വയ്ക്കാം. എന്നിട്ടൊരു ചട്ടിയിൽ ഇച്ചിരി സവാളയും പച്ചമുളകും പിന്നെ ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇച്ചിരി ടൊമാറ്റോ പേസ്റ്റും ഓയിസ്റ്റർ സോസാണ് ചേർക്കുന്നത്. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മുളക് പൊടിയും ചില്ലി ഫ്ലെക്സും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ആ ചാറ് പിഴിഞ്ഞില്ലായിരുന്നോ, ആ ഫിഷിൻ്റെ ഫില്ലിങ്, ആ ചാറും കൂടി ഇതിനകത്തോട്ട് മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ വെള്ളം പറ്റിച്ച് എണ്ണ തെളിയുന്ന രീതിയിൽ പറ്റിച്ചെടുക്കണം. എന്നിട്ട് നമ്മുടെ മുട്ട മസാലയുണ്ടല്ലോ, അത് മസാലയിൽ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ എങ്ങനെ മുട്ടയില്ലാത്ത മുട്ട മസാല